Welcome to the channel Swastha Foods. Hi everyone, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്നാക്ക് ആണ്. അതായത് പക്കാവട അല്ലെങ്കിൽ കൊക്കുവട എന്ന് പറയും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പക്കാവട ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ 1 കപ്പ് ബേസൻ എടുത്തിട്ടുണ്ട്, കടലമാവ്. പിന്നെ എടുത്തേക്കുന്നത് 1 കപ്പ് അരിപ്പൊടിയാണ്. ഇടിയപ്പത്തിന് അപ്പത്തിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന നല്ല ഫൈൻ ആയിട്ട് പൊടിച്ച അരിപ്പൊടി. ഇനി ഇതിലോട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് പിഞ്ച് ഓഫ് ടർമറിക് പൗഡർ, 1/4 ടീസ്പൂൺ പെപ്പർ, 1/4 ടീസ്പൂൺ കായം പൊടിച്ചത്, പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലയാണ് ഇടുന്നത്. നിങ്ങളുടെ കയ്യിൽ പെരിഞ്ചീരകം പൊടിച്ചുണ്ടെങ്കിൽ അത് ഇടാവുന്നതാണ്. പിന്നെ ഉപ്പ് ആവശ്യത്തിന്. ഇനി നല്ലോണം മിക്സ് ചെയ്യുക. എരിവ് നിങ്ങൾക്ക് ആവശ്യത്തിന് അനുസരിച്ച് മുളക് പൊടി ഇടാവുന്നതാണ്. ഇനി വെള്ളം ഒഴിച്ചിട്ട് കുഴയ്ക്കാം. സാധാരണ പച്ചവെള്ളമാണ് ഉപയോഗിക്കുന്നത്. നല്ലോണം കുഴച്ചെടുക്കുക, ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ തന്നെ. ഇടിയപ്പത്തിനൊക്കെ നമ്മൾ മാവ് കുഴക്കത്തില്ല, അതേ പരുവത്തിൽ സോഫ്റ്റായിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ കുഴച്ച് വെച്ചിട്ടുണ്ട്. കാണാം, ഈ പരുവത്തിന് കുഴച്ച് വെക്കുക. ഞാൻ ഇവിടെ ഒരു 1.25 കപ്പോളം വെള്ളം ഉപയോഗിച്ചിട്ടുണ്ട് കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് സേവനാഴിയിലോട്ട് ഫില്ല് ചെയ്യാം. ഇതാണ് പക്കവടയുടെ ചില്ല. നീളത്തിലോട്ട് ഇടുക. ഇതിൻ്റെ അകത്തിൽ കുറച്ച് ചെറുതായിട്ടൊന്ന് എണ്ണ തടവി കൊടുക്കാം, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ചെറിയ ബോളാക്കി എടുത്തിട്ട് ഇതിൻ്റെ അകത്തിലോട്ട് ഫില്ല് ചെയ്യാം. ചെറിയ ചെറിയ ബോളായിട്ട് ഇതിൻ്റെ അകത്തിലോട്ട് നിറയ്ക്കുക. കാണാൻ മാവ് നല്ല സോഫ്റ്റ് ആയിരിക്കണം. എത്ര ഫില്ല് ചെയ്യുക. ഇനി ഇത് വെച്ചിട്ട് അടയ്ക്കുക. ഇനി നല്ലോണം ക്ലോസ് ചെയ്യുക. ഇനി ഗ്യാസിൽ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് അതിനകത്തിലോട്ട് ഇത് പ്രസ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ട് ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കിത് ഇതിൻ്റെ അകത്തിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെക്കുക, പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഇടയ്ക്കും തിരിച്ചിട്ട് കൊടുക്കുക. 2 സൈഡും തിരിച്ച് മറിച്ച് വിട്ടിട്ട് മൂപ്പിക്കുക. ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇത് കാണാൻ നല്ലോണം മൂത്തിട്ടുണ്ട്. ഇത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ മൂക്കാൻ പ്രയാസമായിരിക്കും. ആദ്യം ഹൈ ഫ്ലെയിമിൽ പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. കരിഞ്ഞു പോകല്ല, നോക്കിക്കൊണ്ടിരിക്കണം. ചെറുതായിട്ട് മൂത്ത് കഴിയുമ്പോൾ തിരിച്ചിടാം. തിരിച്ചിടാം. രണ്ട് സൈഡും തിരിച്ചിട്ട് മൂപ്പിക്കുക. അപ്പോൾ നല്ലോണം മൂത്തിട്ടുണ്ട്. ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം.
ഇനി ഇത് ഇടാൻ വേണ്ടി കുറച്ച് കറിവേപ്പില ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള പക്കാവട റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ല ക്രിസ്പിയാണ്, കാണാം ഇവിടെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.